കോഴിക്കോട് താമരശ്ശേരിയിൽ MDMA പാക്കറ്റ് വിഴുങ്ങിയതിനെ തുടർന്ന് യുവാവ് മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണകാരണം അമിതമായ അളവിൽ ലഹരി പദാർത്ഥം ശരീരത്തിൽ ലയിച്ചതിനാലെന്നാണ് കണ്ടെത്തൽ. ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായി ഡോക്ടർക്ക് കിട്ടിയത് 2 പാക്കറ്റുകളാണ്. ഒന്നിൽ 9 ഗ്രാമോളം കഞ്ചാവാണ്, അത് ഇൻടാക്റ്റ് ആണ്. അടുത്ത ഒരു പാക്കറ്റിൽ അത് ബോഡിയിലേക്ക് ലയിച്ചിട്ടാണുള്ളത്. അതിൻ്റെ അകത്ത് കുറച്ച് ഫ്ലൂയിഡാണ്, വയറ്റിലുള്ള ഫ്ലൂയിഡാണ് ഉള്ളത്. അതിനകത്ത് കുറച്ച് പൗഡറി ആയിട്ടുള്ള സാധനങ്ങളും കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കൂടുതൽ അനാലിസിസിൽ കൂടി മാത്രമേ അത് ബോധ്യപ്പെടൂ. എങ്കിലും നാർക്കോട്ടിക് ഓവർഡോസ് ആണ് ഇതിന് മരണത്തിന് കാരണം എന്നുള്ളത് ഡോക്ടർ പറഞ്ഞു, ഫോറൻസിക് സർജൻ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, കഴിഞ്ഞ ദിവസം ആണ് ഈ യുവാവ് പോലീസിനെ കണ്ട് പേടിച്ചതിനെ തുടർന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന രാസലഹരി അടങ്ങുന്ന ആ ഒരു പാക്കറ്റ് വിഴുങ്ങുന്നത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ ആ 2 പൊതികളും വയറ്റിൽ നിന്ന് കണ്ടെടുത്തു. ഒരു പൊതി കേടൊന്നും പറ്റാതെ കഞ്ചാവ് അടങ്ങിയ ഒരു പൊതിയായിരുന്നു, മറ്റേ പൊതി പൂർണ്ണമായും പൊട്ടിയ നിലയിലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രാഥമികമായി പറഞ്ഞിരിക്കുന്നത്. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? ഏത് ലഹരിയാണ് ഇതെന്ന് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ടോ? മറ്റ് നടപടികളുടെ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? തീർച്ചയായും അതുല്യ, അത് തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 MDMA പൊതികൾ വിഴുങ്ങി എന്ന് തന്നെയായിരുന്നു ഒരു പ്രാഥമിക നിഗമനത്തിൽ ഉണ്ടായിരുന്നത്. ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ പോലീസും പറഞ്ഞിരുന്ന കാര്യം അത് തന്നെയാണ്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതിൽ ഒരു പൊതി കഞ്ചാവാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു പൊതി ശരീരത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊതിയിൽ എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയായിട്ടും ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ പോലീസിനും പറയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് MDMA ആണ് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇത് മുഴുവനായും ലയിച്ച ഒരു സ്ഥിതി തന്നെയാണ്. വയറിനുള്ളിൽ മുഴുവനായി ലയിച്ചിരിക്കുന്ന സ്ഥിതിയിലാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ വയറിലുള്ള അവശിഷ്ടങ്ങളെല്ലാം തന്നെ ഈ കവറിനകത്തേക്ക് ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനി മറ്റൊരിടത്തേക്ക് ഈ പൊതി മറ്റൊരിടത്തേക്ക് പരിശോധനയ്ക്കായി അയക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ കവറിനുള്ളിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ കൂടുതലായും ഈ 2 പൊതിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പറയാനാകൂ എന്ന് തന്നെയാണ് പോലീസിന് അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഷാനിദിന്റെ സുഹൃത്തുക്കളെയും അതുപോലെ തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ ഷാനിദിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്നത് പോലീസിനെതിരെ വലിയൊരു ആരോപണം തന്നെ ഉന്നയിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതായത് പോലീസാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയ വൈകിപ്പിച്ചത് പോലീസാണ് എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ കുടുംബം നിൽക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ ഒരു മരണം സംഭവിച്ചത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ പോലീസ് ഇക്കാര്യത്തിൽ പറയുന്നത് യാതൊരു വീഴ്ചയും പോലീസിന്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിൽ പരിശോധനയ്ക്കിടെ ഷാനിദിനെ പോലീസ് പിടികൂടുന്നത്. ഈ പിടികൂടിയ സമയത്ത് തന്നെയാണ് ഷാനിദ് ഈ 2 പൊതികളും വിഴുങ്ങുന്ന ഒരു സ്ഥിതിയിൽ ഉണ്ടാകുന്നത്. പിന്നീട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഷാനിദിനെ പോലീസ് പിടികൂടി താമരശ്ശേരി ആശുപത്രിയിലേക്കും തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ അതിനുവേണ്ട സജ്ജീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തുടർന്നാണ് താമരശ്ശേരി ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പിന്നീട് അവിടെ വെച്ചൊരു പരിശോധന നടത്തുന്നതിനിടെയാണ് 2 പൊതികളിൽ വെള്ളത്തരികൾ കാണുന്നത്. അതോടുകൂടിയാണ് പോലീസ് ഇത് MDMA ആണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നത്. പക്ഷേ പിന്നീട് ഈ ശസ്ത്രക്രിയയുമായി യാതൊരു തരത്തിലും ഷാനിദ് സഹകരിച്ചിരുന്നില്ല. പിന്നീട് കുടുംബത്തെ അറിയിച്ചപ്പോൾ കുടുംബവും ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ആദ്യമൊന്നും സഹകരിച്ചിരുന്നില്ല എന്ന് തന്നെയാണ് ആദ്യം പോലീസ് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ശസ്ത്രക്രിയ വൈകിയതും പിന്നീട് പിറ്റേ ദിവസത്തേക്ക് ഈ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ആദ്യം മുതലൊന്നും വലിയ രീതിയിലൊരു ദേഹാസ്വാസ്ഥ്യം ഷാനിദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇന്നലെ ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ് ഷാനിദിന്റെ മരണം സംഭവിക്കുന്നത്. പിന്നീട് ഒരു രാത്രിയോട് കൂടിയാണ് ആരോഗ്യസ്ഥിതി വഷളാവുകയും പിന്നീട് വെന്റിലേറ്ററിലേക്ക് പ്രവേശിപ്പിക്കുകയും എല്ലാം ചെയ്തത്. തുടർന്നാണ് 11 മണിയോട് കൂടി ഷാനിദിന്റെ മരണം സ്ഥിരീകരിക്കുന്നത്. പിന്നീട് ഇന്നത്തേക്കാണ് ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ നടത്താനിരുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബാംഗങ്ങൾക്ക് ഈ ഷാനിദിന്റെ മൃതദേഹം വിട്ടു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷാനിദിന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ താമരശ്ശേരി കേന്ദ്രീകരിച്ചും നേരത്തെയും ഷാനിദിന് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ അടക്കം നിരവധി കേസുകളുണ്ട്. ഇത്തരത്തിൽ ലഹരി ഉപയോഗം നടത്തിയതും അതുപോലെ തന്നെ വിൽപ്പന നടത്തിയതും ഇത്തരത്തിലുള്ള കേസുകളെല്ലാം തന്നെ ഷാനിദിനെതിരെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൊടുവള്ളി കേന്ദ്രീകരിച്ചാക്കി
കൊടുവള്ളി കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായും ഈ ഒരു കേസുമായി സംബന്ധിച്ചിട്ടുള്ള പരിശോധനയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ മൊഴികളെല്ലാം തന്നെ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ താമരശ്ശേരി താമരശ്ശേരി പ്രദേശങ്ങളിലെല്ലാം തന്നെ ഏകദേശം പോലീസ് ഇപ്പോൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുല്യ. ശരി.